തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ്. 30 വർഷത്തെ പൊതുജീവിതം സംശുദ്ധമാണ്. കള്ളപ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ മുന്നേറ്റം തടയാൻ കൈരളി ടിവിയും ദേശാഭിമാനിയും വ്യാജവാർത്തകൾ ചമയ്ക്കുകയാണ്. പെരിങ്ങമല സർവീസ് സഹകരണ ബാങ്കിൽ 43 ലക്ഷം രൂപ അടയ്ക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവിട്ടു എന്ന വാർത്ത തെറ്റാണ്. 2016 സഹകരണ സംഘം ഭരണസമിതി അംഗത്വം രാജിവെച്ചു. ശബരിമല വിഷയത്തിലടക്കം ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണിത്. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. മുന്നേറ്റവും CPM-നെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഈ ആരോപണമൊക്കെ അർഹിക്കുന്ന എന്താ പറയുക, വളരെ പുച്ഛത്തോടുകൂടി തള്ളുക എന്നുള്ളതാണ് ഈ ആരോപണങ്ങൾ അർഹിക്കുന്നത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 10-30 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനെ മുഖവിലയ്ക്കെടുക്കുന്നില്ല. പക്ഷേ പാർട്ടിയെ അധിക്ഷേപിക്കാനുള്ള ഒരു ആയുധമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാറുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പറയാൻ നിർബന്ധിതരാണ്. ഒന്ന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ചുമതലപ്പെട്ടിരുന്ന ഒരു G. പത്മകുമാർ, അദ്ദേഹം ഒരു സഹകരണ സംഘം, പെരിങ്ങമല സർവീസ് സഹകരണ സംഘം, അദ്ദേഹം പ്രസിഡൻ്റായിട്ടൊരു സഹകരണ സംഘം ഉണ്ടായിരുന്നു. ആ സഹകരണ സംഘത്തിലെ ഒരു ചെറിയ കാലം 2013 മുതൽ 2016 ആദ്യം വരെ ഒരു 18-20 മാസക്കാലം ഞാനും അതിലൊരു അംഗമായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നി, ഞാൻ രാഷ്ട്രീയ പാർട്ടി BJP-യുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ അത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ രാജിവെച്ചു. ഞാൻ രജിസ്റ്റേർഡായിട്ട് കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ അയക്കുകയും ചെയ്തു. അങ്ങനെ 2016 തന്നെ ഞാൻ രാജിവെച്ചതാണ് ഈ സഹകരണ സംഘത്തിൽ നിന്ന്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ആ സഹകരണ സംഘമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹൈക്കോടതി തള്ളിയ കേസല്ലേ, ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലേ? ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ട് എൻ്റെ ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞേക്കല്ലേ. ഞാൻ 43 ലക്ഷം എന്തോ രൂപ അവിടെ നിന്ന് കൊണ്ടുപോയി അത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടിയെടുക്കാൻ വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.